ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായിട്ട് നമ്മൾ കാണും. അത് താഴ്മയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയാണ്. അവിടെ നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ അതേപടി വായിച്ച് സമയം കളയുന്നില്ല. നമ്മൾ ദൂതിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. എന്തുണ്ടാകണം? യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ച താഴ്മയുടെ മാതൃക, വിനയത്തിൻ്റെ മാതൃക. നാം മറ്റുള്ളവരുടെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്നല്ലേ? അപ്പോൾ അവരുടെ കാല് നമ്മൾ എന്ത് ചെയ്യണം? കഴുകണം. അങ്ങനെയെങ്കിൽ ആ ശുശ്രൂഷ വലിയൊരു ശുശ്രൂഷയാണ്. അത് മനുഷ്യരുടെ മുഖം നോക്കിയോ മറ്റെന്തെങ്കിലും നോക്കിയോ സ്ഥാനമാനങ്ങൾ നോക്കിയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇന്നത് സഭകളിലൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലുണ്ട് കേട്ടോ. അപ്പോൾ സഭാവിശ്വാസികൾ തമ്മിൽ അത് കാര്യങ്ങൾ ഈ രണ്ടുപേർ പോകണമെന്നാണല്ലോ. അപ്പോൾ ഒരാളോട് ഇഷ്ടമില്ലാത്ത ഒരാളിരിക്കുകയാണെങ്കിൽ ആളിനെ വിളിക്കത്തില്ല അല്ലേ? അപ്പം ഇഷ്ടമുള്ള ഒരാളുമായിട്ടായിരിക്കും ഇറങ്ങിപ്പോകും. അത് ദൈവസന്നിധിയിൽ അത് തെറ്റാണോ ശരിയാണോ എന്നറിയത്തില്ല. എങ്കിലും അതൊക്കെ മനസാക്ഷിക്ക് തക്കവണ്ണമുള്ളത് ചെയ്യട്ടെ. എങ്കിലും ദൈവം പറയുന്നത് താഴ്മയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷ, മുഖം നോക്കാതെ ശുശ്രൂഷിക്കുക, സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക, കരുതലുണ്ട ശുശ്രൂഷയായിരിക്കണം. അങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു താഴ്മ, വിനയം ഒക്കെ അതിലൂടെ ഉണ്ടാകുന്നു. അത് ജീവിതത്തിൽ ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടാക്കുന്നു, സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകും ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ. കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ നമ്മൾ അനുഭവിക്കുകയാണ്. വസ്ത്രം ഊരി വെച്ചു, തോർത്തെടുത്തു, പാത്രത്തിൽ വെള്ളമെടുത്തു, ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. ഇതുപോലെ നമ്മളും ആ തോർത്തലയിൽ ചുറ്റിക്കൊണ്ട് അല്ലേ, ഒരാളൊരാളുടെ കാല് കഴുകുന്നു, അടുത്ത ആളെ കാല് കഴുകുന്നു, തുടയ്ക്കുന്നു അല്ലേ. ആ ശുശ്രൂഷയാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നിറകണ്ണുകളോടെ, ഭയത്തോടെ ദൈവമാണ് ഇതെല്ലാം കാണുന്നത് എന്നുള്ളതായ കർത്താവിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷ കർത്താവ് മാനിക്കും. നമ്മളെ ദൈവം മാനിക്കും, അനുഗ്രഹിക്കും. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. തിരുനാമത്തെ എല്ലാ നിലയിലും കർത്താവ് മഹത്വപ്പെടുത്തി നമ്മളെ സഹായിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ അതിശയം അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം.